ഓക്കെ, ഉണ്ണി സാർ, മാർച്ച് 15-നകം ഈ രണ്ടുപേരെയും നിയമിക്കുന്നതിനായിട്ടുള്ള തിരക്കിട്ട നീക്കങ്ങൾ ഇപ്പോൾ ഡൽഹിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് PTAയിൽ വരുന്ന ലേറ്റസ്റ്റ് റിപ്പോർട്ട്. ഈ നീക്കങ്ങൾക്ക് പിന്നിൽ കൃത്യമായ ഒരു രാഷ്ട്രീയ കാരണം ഉണ്ടാവില്ലേ? നോക്കൂ, ഇപ്പം 15-ാം തീയതിയാണ് പ്രധാനമന്ത്രി യോഗം വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ആ യോഗത്തിൽ വെച്ചിട്ട് അന്ന് തന്നെയാണ് അദ്ദേഹം ഇവിടെ എത്തുന്നത് അല്ലേ, പാലക്കാട്. പിന്നെ വരുന്ന വെള്ളിയാഴ്ചയല്ലേ? അതെ. 15-ാം തീയതിയാണ് യോഗം വിളിച്ചിരിക്കുന്നത്. ആ യോഗത്തിൻ്റെ ഒരു പ്രത്യേകത നമുക്കറിയാമല്ലോ. അവസാനം പാർലമെൻറ്റ് പാസ്സാക്കിയ ബില്ലനുസരിച്ച് പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രി, പിന്നെ ലീഡർ ഓഫ് ഓപ്പോസിഷൻ, ഈ 3 പേരും കൂടി ചേർന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇനിയുള്ള 2 പേരെ തീരുമാനിക്കുക. അപ്പോൾ അതിനകത്ത് പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്ന ക്യാബിനറ്റ് മിനിസ്റ്ററും കൂടി തീരുമാനിക്കുന്നതായിരിക്കും ഇവർ നടപ്പാക്കുക എന്ന് പറയുന്നത്. ഇവിടെ ഇപ്പോൾ ഈ സ്മൃതി സൂചിപ്പിച്ചതിൻ്റെ തുടർച്ചയായിട്ട് ഞാൻ പറയാം, ഇതിനകത്ത് വലിയൊരു ദുരൂഹതയുണ്ട്. ഇപ്പോൾ നോക്കൂ, കഴിഞ്ഞ ഞായറാഴ്ച ഈ അശോക് ഗോയലും രാജീവ് കുമാറും ബംഗാളിലുണ്ടായിരുന്നു, കൊൽക്കത്തയിലുണ്ടായിരുന്നു. അവരൊരുമിച്ചിട്ടാണ് അവിടുത്തെ ഉദ്യോഗസ്ഥരെയൊക്കെ കണ്ടത്. പിറ്റേ ദിവസം തിങ്കളാഴ്ച നടത്തുന്ന വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കാതെ അരുൺ ഗോയൽ മടങ്ങിപ്പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ മടങ്ങിപ്പോകുമ്പോഴാണ് ഹെൽത്ത് റീസൺ ആയതുകൊണ്ടാണ് അദ്ദേഹം പങ്കെടുക്കാത്തതെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പറയുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, 8-ാം തീയതി കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിയുമായിട്ടൊരു യോഗമുണ്ടായിരുന്നു. അതിന് മുമ്പ് വരെ അദ്ദേഹം ഇലക്ഷൻ കമ്മീഷൻ ഓഫീസിൽ വന്നിരുന്നു. 8-ാം തീയതി ഈ യോഗം നടക്കുന്നതിന് തൊട്ട് മുമ്പാണ് അദ്ദേഹം രാജിക്കത്ത് അയച്ചിരിക്കുന്നത്. അത് ദ്രൗപദി മുർമുവിന് നേരിട്ട് അയച്ചിരിക്കുകയാണ്, കോപ്പി കൊടുത്തിട്ടില്ല ഈ രാജീവ് കുമാറിന്. ഇവിടുത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ബംഗാളിൽ ഡിപ്ലോയ്മെൻറ്റ് ഓഫ് ആംഡ് ഫോഴ്സസുമായി ബന്ധപ്പെട്ട് രാജീവ് കുമാറും അരുൺ ഗോയലുമായി തർക്കമുണ്ടായിരുന്നു എന്നാണ് ഹിന്ദു റിപ്പോർട്ട് ചെയ്യുന്നത്. ആ തർക്കത്തെ തുടർന്നാണ് അദ്ദേഹം ഈ പ്രസ് കോൺഫറൻസിൽ പങ്കെടുക്കാതെ സ്കിപ്പ് ചെയ്ത് പോകുന്നത്. പിന്നീട് അതിൻ്റെ ഒരു തുടർച്ചയിലാണ് ആഭ്യന്തര സെക്രട്ടറിയുമായിട്ടുള്ള യോഗം ഇയാൾ ക്വിറ്റ് ചെയ്യുന്നത്. ആ യോഗത്തിൽ പങ്കെടുക്കാതെ അദ്ദേഹത്തിൻ്റെ റെസിഗ്നേഷൻ അയക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തോ ഒരു താല്പര്യം കേന്ദ്ര സർക്കാരിന് ബംഗാളുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. ആ താല്പര്യത്തിന് വിഘാതമായിട്ട് അരുൺ ഗോയൽ ഒരു നിലപാടെടുത്തിട്ടുണ്ടാവും. ഈ രാജീവ് കുമാർ എന്ന് പറഞ്ഞ കക്ഷി പൂർണ്ണമായും കേന്ദ്ര സർക്കാരിൻ്റെ അടിമയാണെന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണല്ലോ ലവാസയും രാജീവ് കുമാറുമായിട്ടുണ്ടാകുന്ന തർക്കം. എന്താണ് ആ തർക്കം? തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം മോഡി ലംഘിച്ചതിൻ്റെ പേരിൽ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടയാളാണല്ലോ ലവാസ. ആ ലവാസ അത് നടപടി എടുക്കാത്തതിൻ്റെ പേരിലാണല്ലോ രാജീവ് കുമാറുമായിട്ട് തർക്കമുണ്ടാകുന്നത്. അങ്ങനെയാണല്ലോ അദ്ദേഹം രാജിവെച്ചു പോകുന്നത്. അപ്പോൾ രാജീവ് കുമാർ എന്താ ചെയ്യുന്നത്? രാജീവ് കുമാർ പരിപൂർണമായും മോഡിയുടെ ഭക്തനും മോഡിയുടെ ഒരു വളരെ കാലാളുമാണ്. അതേ വിഷയം അരുൺ ഗോയലുമായിട്ടും ഏതെങ്കിലും തരത്തിലുണ്ടായിട്ടുണ്ടാവും. ഒരു പ്രത്യേക താല്പര്യം എന്തായാലും ബംഗാളിൽ BJPക്കും കേന്ദ്ര സർക്കാരിനും ഉണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തമാണ്. ആ താല്പര്യത്തിന് വിഘാതമായ അരുൺ ഗോയൽ നിന്നിട്ടുണ്ട്. പിന്നെ തുടരാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം രാജിവെച്ച് പോയിരിക്കുന്നത്. നേരത്തെ നികേഷ് പറഞ്ഞ കണക്ക് ഇനിയിപ്പം പിൽക്കാലത്ത് അദ്ദേഹം എഴുതുന്ന പുസ്തകങ്ങളിലൂടെയൊക്കെ നമുക്ക് അറിയാൻ കഴിയും എന്താ സംഭവിച്ചെന്നുള്ളത്. പിന്നെ ഇവിടെ സ്മൃതി ഒരു ആശങ്ക പ്രകടിപ്പിച്ചത് ഈ ഇദ്ദേഹം സ്ഥാനാർത്ഥിയായി വരുമെന്നാണ്. ഞാൻ അങ്ങനെ പ്രതീക്ഷിക്കുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഇപ്പം തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പെട്ടെന്ന് രാജിവെച്ചിട്ടുള്ള ആൾ വളരെ പെട്ടെന്ന് തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് അത് പറഞ്ഞത്. അപ്പോൾ അതിനുള്ള സാധ്യത നമ്മൾ കാണുന്നില്ല. പക്ഷേ അത് വളരെ ദുരൂഹമാണ്. ഇനി നടക്കാനിരിക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് കൂടുതൽ ആശങ്ക നമുക്ക് വേണ്ടത്. അതായത് മുൻകാലത്ത് ചീഫ് ജസ്റ്റിസും പ്രതിപക്ഷ നേതാവും പ്രധാനമന്ത്രിയും കൂടി ഇരിക്കുന്ന ഒരു കമ്മിറ്റിയാണല്ലോ തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും തെരഞ്ഞെടുപ്പിനെയൊക്കെ തീരുമാനിക്കുക. അത് എത്ര സുതാര്യമായൊരു കമ്മിറ്റിയാണ്. നോക്കൂ, വേണമെങ്കിൽ ലീഡർ ഓഫ് ഓപ്പോസിഷനും CJയ്ക്കും കൂടി എതിർക്കാം. ഒരു അഭിപ്രായ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാർ പ്രതിസന്ധിയിലായി. അപ്പോൾ തന്നെ ഈ കമ്മിറ്റി എടുക്കുന്ന തീരുമാനം നടപ്പാക്കേണ്ടി വരും. അത്തരത്തിലുള്ളൊരു സുതാര്യത ഇല്ലാതായിരിക്കുന്നു. മറിച്ച് പ്രധാനമന്ത്രിയുടെ ചിങ്കിടിയായിട്ടുള്ള കേന്ദ്രമന്ത്രിയും കൂടി തീരുമാനിക്കുന്ന ഒരാൾ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാകും, ബാക്കിയുള്ള ആൾ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരാകും. എന്നിട്ട് അവരാണ് ഈ തെരഞ്ഞെടുപ്പ് നടത്തുക. അപ്പോൾ അത് എത്രത്തോളം സുതാര്യമായിരിക്കും? അങ്ങനെയാണോ ഒരു തെരഞ്ഞെടുപ്പ് പോലെ ജനാധിപത്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തെ സംഘടിപ്പിക്കേണ്ടത്? ഈ അപ്പോൾ അധികാരത്തിലിരിക്കുന്നവരുടെ ഇച്ഛാശക്തിക്ക് അനുസരിച്ചാണോ എന്നുള്ളൊരു വലിയ ചോദ്യമാണ്. 15-ാം തീയതി എന്തായാലും 2 തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ തീരുമാനിക്കാനുള്ള സാധ്യതയുണ്ട്. ആ തീരുമാനിക്കപ്പെടുന്ന ആരൊക്കെയാണെന്നുള്ളത് നമ്മൾ കണ്ടറിയാനിരിക്കുന്നു. അവരീ പറയുന്നതാണൊക്കെ പൂർണ്ണമായും സർക്കാരിൻ്റെ അടിമകളായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പ്രത്യേകിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പിലേക്കാണ് BJP പോകുന്നത് 24-ലെ. അത് വളരെ നിർണായകമായതുകൊണ്ട് തന്നെ വളരെ സൂക്ഷ്മമായിട്ട് തന്നെയായിരിക്കും ഇവരെ എടുക്കുക. എന്തുകൊണ്ടാണ് നമ്മൾ ആശങ്കപ്പെടുന്നതെന്ന് വെച്ചാൽ, ഏത് തരത്തിലുള്ള ഭരണഘടനാ ലംഘനവും നടത്താൻ സാധ്യതയുള്ളൊരു പാർട്ടിയായിട്ട് BJP ഇന്ത്യയിൽ മാറിയിട്ടുണ്ട്. ഭരണഘടനാ ഓഫീസുകളെ അവരവരുടെ ഉപകരണങ്ങളാക്കി മാറ്റിയിട്ടുണ്ട്. ഭരണഘടനയിൽ തന്നെ വിശ്വാസമില്ലാത്തൊരു പാർട്ടിയാണ് ആ പാർട്ടി. അവരേതറ്റം വരെയും ഇത്തരം കാര്യങ്ങളിൽ പോകുന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. അതുകൊണ്ട് ഈ പറഞ്ഞ പുതിയ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അടക്കം തീരുമാനിക്കുന്ന കാര്യങ്ങളിനകത്ത് ആശങ്കയുണ്ട്. ഇദ്ദേഹത്തിൻ്റെ രാജിയിൽ വളരെ ദുരൂഹതയും ഞാൻ സംശയിക്കുന്നുണ്ട്. Meet the editors.